2026 കേരള നിയമസഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സെൻറ്റർ ഫോർ പൊളിറ്റിക്കൽ സ്റ്റഡീസ് നടത്തിയിട്ടുള്ള സർവേ ഫലമാണ് ഇന്ന് ബ്ലൂടിക്ക് മീഡിയ നിങ്ങളിലേക്ക് അവതരിപ്പിക്കുന്നത്. നമ്മൾ ആദ്യം പരിശോധിക്കുന്നത് കാസർഗോഡ് ജില്ല. കാസർഗോഡ് ജില്ലയിൽ LDFന് 2 മുതൽ 3 വരെ സീറ്റും UDFന് 2 മുതൽ 3 വരെ സീറ്റും BJPക്ക് 0 മുതൽ 1 വരെ സീറ്റും ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. കണ്ണൂർ ജില്ലയിൽ 6 മുതൽ 7 വരെ സീറ്റ് LDFനും 4 മുതൽ 5 വരെ സീറ്റ് UDFനും BJPക്ക് അവിടെ അക്കൗണ്ടുകളൊന്നും തുറക്കാൻ സാധിക്കുന്നില്ല. അടുത്തത് വയനാടിൽ 0 മുതൽ 1 വരെ സീറ്റ് LDFനും 1 മുതൽ 2 വരെ സീറ്റ് UDFനും BJPക്ക് 0 സീറ്റുമാണ് സർവേ പറയുന്നത്. അടുത്തത് കോഴിക്കോട് ജില്ലയിൽ 4 മുതൽ 5 വരെ സീറ്റ് LDFനും UDFന് 5 മുതൽ 6 വരെ സീറ്റും BJPക്ക് 0 സീറ്റുകളുമാണ് സർവേ പുറത്തുവിടുന്നത്. അടുത്തത് മലപ്പുറം ജില്ലയിൽ UDFന് 14 മുതൽ 15 വരെ സീറ്റും LDFന് 1 മുതൽ 2 വരെ സീറ്റും BJPക്ക് അക്കൗണ്ടുകളൊന്നും മലപ്പുറത്ത് തുറക്കാൻ കഴിയില്ല എന്നാണ് സർവേ ഫലം പുറത്തുവിടുന്നത്. അടുത്തത് പാലക്കാട് ജില്ലയിൽ 4 മുതൽ 5 വരെ സീറ്റ് LDFനും 5 മുതൽ 6 വരെ സീറ്റ് UDFനും 1 സീറ്റ് BJP നേടുമെന്നും സർവേ പറയുന്നു. അടുത്തത് തൃശ്ശൂർ ജില്ല. LDFന് 5 മുതൽ 6 വരെ സീറ്റും UDFന് 6 മുതൽ 7 വരെ സീറ്റും BJPക്ക് 1 സീറ്റ് കിട്ടുമെന്നും സർവേ പറയുന്നു. അടുത്തത് എറണാകുളം ജില്ലയിൽ 3 മുതൽ 4 വരെ സീറ്റ് LDFനും 10 മുതൽ 11 വരെ സീറ്റ് UDFനും 0 സീറ്റ് BJPക്കും ലഭിക്കുമെന്ന് സർവേ പറയുന്നു. അടുത്തത് ഇടുക്കിയിൽ 1 മുതൽ 2 വരെ സീറ്റ് LDFനും 2 മുതൽ 3 വരെ സീറ്റ് UDFനും 0 സീറ്റ് BJPക്കും. അടുത്തത് കോട്ടയം ജില്ലയിൽ 3 മുതൽ 4 വരെ സീറ്റ് LDFനും 5 മുതൽ 6 വരെ സീറ്റ് UDFനും 0 സീറ്റ് BJPക്കും. അടുത്തത് ആലപ്പുഴ ജില്ലയിൽ 4 മുതൽ 5 വരെ സീറ്റ് LDFനും 4 മുതൽ 5 വരെ സീറ്റ് UDFനും ലഭിക്കുമ്പോൾ BJP ഇവിടെ സംപൂജ്യരാണ്. അടുത്തത് പത്തനംതിട്ടയിൽ LDFന് 1 മുതൽ 2 വരെ സീറ്റും UDFന് 3 മുതൽ 4 വരെ സീറ്റും ലഭിക്കുമ്പോൾ BJPക്ക് ഇവിടെ 1 സീറ്റ് ലഭിക്കുന്നുണ്ട്. അടുത്തത് കൊല്ലം ജില്ലയിൽ LDFന് 5 മുതൽ 6 വരെ സീറ്റും UDFന് 4 മുതൽ 5 വരെ സീറ്റും BJPക്ക് 0 സീറ്റുമാണ് ലഭിക്കുന്നത്. അടുത്തത് തിരുവനന്തപുരം ജില്ലയിൽ LDFന് 6 മുതൽ 7 വരെ സീറ്റും UDFന് 6 മുതൽ 7 വരെ സീറ്റും ലഭിക്കുമ്പോൾ BJPക്ക് 1 സീറ്റ് മാത്രമാണ് തിരുവനന്തപുരത്ത് നേടാൻ കഴിയുന്നത്. അങ്ങനെ മൊത്തം പരിശോധിക്കുകയാണെങ്കിൽ 77 മുതൽ 85 വരെ സീറ്റുകൾ നേടിക്കൊണ്ട് UDF സർക്കാർ ഉണ്ടാക്കുമെന്നും 55 മുതൽ 62 വരെ സീറ്റ് LDF നേടുമെന്നും 2 മുതൽ 4 വരെ MLAമാരെ BJP കേരളത്തിലുണ്ടാക്കുമെന്നും സെൻട്രൽ ഫോർ പൊളിറ്റിക്കൽ സ്റ്റഡീസ് സർവേ ഫലം പറയുന്നു.